എനിക്കാണെങ്കിൽ ഹസ്ബൻഡിന് ഒരു ചെറിയ അസുഖം, വലിയ ടെൻഷൻ, എപ്പിലെപ്സിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. ഞാനാന്ന് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ജീവിതം. അങ്ങനെ ഞാൻ ചെമ്പനോടാന്നുള്ളൊരു സ്ഥലത്തായിരുന്നു. അവിടുന്ന് വീടൊന്നുമില്ല, ഏകദേശം ചോർന്നൊലിക്കുന്നൊരു വീടായിരുന്നു. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. ഇനി ആരും ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത് വലിയൊരു ട്രാപ്പാണെന്നൊന്നും. 100 രൂപയ്ക്ക് മാസത്തിൽ 8 രൂപ പലിശ, അതായത് 85% കൊള്ളപ്പലിശ. കോഴിക്കോട് കുറ്റ്യാടിയിലെ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് കൊള്ളപ്പലിശക്ക് പണം നൽകുന്നയാളാണ് മണ്ണൂർ സ്വദേശിയായ അബ്ദുറഹ്മാൻ. സ്വന്തമായി തുടങ്ങിയ ബിസിനസ് സംരംഭത്തിന് പെട്ടെന്ന് പണം ആവശ്യമായി വന്നപ്പോഴാണ് യുവതി കൊള്ളപ്പലിശക്കാരിൽ നിന്നും പണം വാങ്ങിയത്. അവസാനം വാങ്ങിയ 10 ലക്ഷം രൂപയും പലിശയടക്കം തിരിച്ചടച്ചു. പക്ഷേ പണ്ടെപ്പോഴോ നൽകിയ ബാങ്ക് ചെക്ക് ഉപയോഗിച്ച് കൂടുതൽ പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. അവളോട് പൈസ വാങ്ങി ബിസിനസ് ചെയ്ത് ടേൺ ഓവർ കൂടിയോണ്ട് എനിക്ക് 10 ലക്ഷം എന്നുള്ള ഓടി ബാങ്ക് ഓഫ് ബറോഡ എന്നാ ഞാൻ എൻ്റെ ബിസിനസ് അത് 20 ലക്ഷം ആക്കി തന്നപ്പോൾ ഞാൻ ഇയാളെല്ലാ ഇടപാടും തീർത്തതാണ്. കാരണം പലിശക്ക് വാങ്ങാൻ ശരിക്കും ഞാനും എൻ്റെ മക്കളും അനുഭവിക്കേണ്ട അയാൾ അനുഭവിക്കുന്നു. അയാൾ എല്ലാവരോടും പറയുന്നത് എനിക്ക് ഷോപ്പിന് ഷെയർ ഉണ്ട് എന്നാ, ഓരോ ഷോപ്പിനും ഞാൻ ഷെയർ എടുക്കുന്ന. ഞാൻ വെച്ചാൽ അങ്ങനെ ആയാലും ഇത്തരം ചതിയൊന്നും നമുക്കൊരു എക്സ്പീരിയൻസോ ഒരു അനുഭവമോ ആരും പറഞ്ഞു തന്നിട്ടില്ല, പെടുമെന്നും അറിയാലോ. യുവതിയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന അതുൽ എന്നയാൾ കൊള്ളപ്പലിശക്ക് പണം എടുത്തിരുന്നു. ഇത് തിരിച്ചടച്ചില്ലെന്ന് പറഞ്ഞാണ് സംരംഭകർക്കെതിരെ ഇപ്പോഴത്തെ ഭീഷണി. ഈ ചെക്കുകൾ 2 ലക്ഷത്തിൻ്റെ ചെക്ക്, 5 ലക്ഷത്തിൻ്റെ ചെക്ക്. അപ്പോൾ ഞാൻ ഇന്നലെ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഞാൻ പൈസ ഇടപാട് നടത്തിയും തിരിച്ചു കൊടുത്തതും ആണ്. ആ ചെക്കിൻ്റെ ഫോട്ടോ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാണോ, ചെക്ക് അയാൾ എടുത്തിട്ടുണ്ടോ, ഇന്നിപ്പോൾ എന്നെ ഏതോ ഒരാൾ വിളിച്ച് കോംപ്രമൈസ് ചെയ്യണോ. പിന്നെ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ നിങ്ങളെ ഞാൻ ഒഴിവാക്കി തരാം, അവൻ്റെ പൈസ തരുന്നൊരു ഡേറ്റ് നിങ്ങൾ കാരണം ഇവൻ്റെ വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഇവന് ഒന്നുമില്ല, ഇവൻ മുങ്ങാൻ സാധ്യത ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കി അടുത്ത കുടുംബമുള്ള എന്നെ പിടിച്ച്. എനിക്ക് +2 പഠിക്കുന്ന മോളാ, പിന്നെ 8ാം ക്ലാസ് പഠിക്കുന്ന മോനും. എനിക്കൊരിക്കലും മുങ്ങാൻ പറ്റില്ല. അപ്പോൾ അയാൾ എന്നെ ടാർഗറ്റ് ചെയ്ത്. വണ്ടിച്ചെക്ക് കേസിൽ കോടതിയിൽ നിന്നും കഴിഞ്ഞ ദിവസം സമൻസ് വന്നു. പണം നൽകിയില്ലെങ്കിൽ കൊട്ടേഷൻ സംഘത്തെ ഇറക്കുമെന്നും ഭീഷണിയുണ്ട്. നിയമ സംവിധാനങ്ങളെയെല്ലാം വെല്ലുവിളിച്ചാണ് കുറ്റ്യാടിയിൽ കൊള്ളപ്പലിശ സംഘം വിലസുന്നത്. നിയമവിരുദ്ധ ഇടപാട് പിടിക്കപ്പെടില്ലെന്ന ആത്മവിശ്വാസം. വ്യാപാര സ്ഥാപനങ്ങൾക്കാണ് കൊടുക്കുന്നത് അല്ലേ? അതെ. അല്ലാണ്ട് പിന്നെ നമ്മളിപ്പോ റോഡും പോകുന്നവർക്കെല്ലാം പൈസ കൊടുക്കാൻ പറ്റുക? അതെ. അതൊരു സാമ്പത്തിക ഇടപാടല്ലേ? നമ്മളെല്ലാരും കൊടുക്കുന്നത്. നമ്മൾ വേറെ ഫണ്ട് വാങ്ങിയിട്ടല്ല കൊടുക്കുന്നത്. നമ്മളെ ഫണ്ട് നമ്മളെ നിന്നുള്ള അപ്പം വേറെ ആളെ ഫണ്ട് വാങ്ങിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. വേറെ ആരെ ഫണ്ടാ അത്? അതൊന്നും പോയിക്കൊണ്ട് തന്നെ തയ്യാറല്ല. ഇങ്ങനെ പൈസ കൊടുക്കുന്നത് നിയമവിരുദ്ധല്ലേ? നിയമവിരുദ്ധം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ മന്ത്രിമാരും ഇതെല്ലാം കൈക്കൂലിയെല്ലാം നിർത്തി ഇതെല്ലാം കോടിക്കണക്കിന് കൊള്ളടിക്കുന്നതല്ലേ. നമ്മള് പാവപ്പെട്ടികൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിത് മന്ത്രിമാരെല്ലാം എന്തെല്ലാം കളിക്കുന്നുണ്ട്, തുടരാനുണ്ടോ? നിയമവിരുദ്ധാണെന്ന് നിങ്ങൾക്ക് അറിയാം. നിയമവിരുദ്ധം എങ്ങനെ നിയമവിരുദ്ധം? ഓപ്പറേഷൻ ഷൈലോക്ക് എന്ന പേരിൽ പോലീസ് നടപടി എടുക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും കൊള്ളപ്പലിശ സംഘം അവരുടെ വേട്ട തുടരുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയായിരിക്കുന്നത് പേരാമ്പ്രയിലെ യുവ സംരംഭകയാണ്. ജസ്റ്റിൻ മാത്യുവിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.